ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി പി എസ് സിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്ററി ഓഫ് ടൈപ്പ്റൈറ്റർ എന്ന പാഠഭാഗത്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന 5 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഷിഫ്റ്റ് കീ വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ റെമിംഗ്ടൺ നമ്പർ 2 1878. അപ്പോൾ ഷിഫ്റ്റ് കീ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റെമിംഗ്ടൺ നമ്പർ 2 ടൈപ്പ്റൈറ്ററിലാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 1878 ആണ്. അപ്പോൾ 1878 ഷിഫ്റ്റ് കീ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റെമിംഗ്ടൺ നമ്പർ 2 ടൈപ്പ്റൈറ്ററിൽ 1878 ഷിഫ്റ്റ് കീ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ടൈപ്പ്റൈറ്റർ വിത്ത് ക്യോട്ടി കീബോർഡ്. ക്യോട്ടി കീബോർഡ് നമുക്ക് ആദ്യമായിട്ട് അവൈലബിളായി തുടങ്ങിയത് ഷോൾസ് ആൻഡ് ഗ്ലിഡൻ ടൈപ്പ്റൈറ്ററിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടൈപ്പ്റൈറ്റർ വാസ് ബ്രോട്ട് ടു ഇന്ത്യ 1876. ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ്റൈറ്റർ വാസ് ബ്രോട്ട് ടു ഇന്ത്യ. ടൈപ്പ്റൈറ്റർ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത് 1876. അടുത്തത്, മലയാളം ടൈപ്പ്റൈറ്റർ ഡിസൈൻ ചെയ്തത് NS പണ്ടാലയാണ്. ഇതിൽ നോട്ട്സ് തന്നിരിക്കുന്നതിന് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഞാൻ തന്നിരിക്കുന്നത് മലയാളം ടൈപ്പ്റൈറ്റർ ഇൻവെൻറ്റഡ് ബൈ എന്നാണ്. ഇൻവെൻറ്റ് ചെയ്തതല്ല, മലയാളം ടൈപ്പ്റൈറ്റർ ഡിസൈൻ ചെയ്തതാണ് NS പണ്ടാലയാണ്. ഇതും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ ഗവൺമെൻറ് അപ്രൂവ്ഡ് ദേവനാഗരി ടൈപ്പ്റൈറ്റർ. ദേവനാഗരി എന്ന് പറയുന്നത് ഹിന്ദി ടൈപ്പ്റൈറ്ററിനെയാണ്. ഇന്ത്യ ഗവൺമെൻറ് ദേവനാഗരി ടൈപ്പ്റൈറ്റർ അപ്രൂവ് ചെയ്ത ഇയർ 1962 ആണ്. ദേവനാഗരി ടൈപ്പ്റൈറ്ററിൽ 46 കീസാണ് ഉള്ളത്. ആ 46 കീ വെച്ചിട്ട് നമുക്ക് 92 ലെറ്റേഴ്സും സിമ്പിൾസും ടൈപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടി വായിക്കാം. ഷിഫ്റ്റ് കീ വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് റെമിംഗ്ടൺ നമ്പർ 2 ടൈപ്പ്റൈറ്റർ 1878. ദ ഫസ്റ്റ് ടൈപ്പ്റൈറ്റർ വിത്ത് ക്യോട്ടി കീബോർഡ് ഷോൾസ് ആൻഡ് ഗ്ലിഡൻ ടൈപ്പ്റൈറ്റർ. ടൈപ്പ്റൈറ്റർ വാസ് ബ്രോട്ട് ടു ഇന്ത്യ 1876. മലയാളം ടൈപ്പ്റൈറ്റർ ഡിസൈൻഡ് ബൈ NS പണ്ടാല. ഇന്ത്യ ഗവൺമെൻറ് അപ്രൂവ്ഡ് ദേവനാഗരി ടൈപ്പ്റൈറ്റർ 1962. അപ്പോൾ ഈ ഭാഗത്ത് നിന്നും സ്ഥിരം ചോദിക്കുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഹാവ് എ നൈസ് ഡേ.